വന്ന അന്ന് തന്നെ പെട്ടി പൊട്ടിക്കാനിരുന്നു കേട്ടോ. എത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞ് അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ നമ്മൾ പെട്ടി പൊട്ടിച്ചു. കാരണം പിള്ളേർക്ക് പക്ഷെ അത് ഭയങ്കര ആകാംക്ഷയുള്ള കാര്യമാണല്ലോ. അപ്പോൾ എലീസ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം പൊന്നുന് പക്ഷെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ അമ്മ ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. എന്ത് നമ്മുടെ മിക്കി മൗസ് ഇട്ടാ നമ്മൾ അന്ന് വാങ്ങിച്ചില്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ആള്. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. പിന്നെ അതിലുള്ള കാരണം കൊണ്ട് ആൾക്കറിയാം അതിൻ്റെ ഉള്ളിലുണ്ട്, അത് എനിക്ക് എന്തായാലും കിട്ടുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനൊന്ന് പറ്റിച്ചായിരുന്നു, അത് അമ്മ കൊണ്ടുവന്നിട്ടില്ല മറന്നുപോയി എന്നൊക്കെ. അപ്പോൾ ചെറുതായിട്ട് മുഖമൊക്കെ വാടിയായിരുന്നു കേട്ടോ ആളുടെ. എന്നാലും സാധനം കണ്ടപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായ ആൾക്ക് കൂടുതൽ മിക്കീനേക്കാളും മിനീനെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഈ സാധനം മിക്കിയും മീനിയും വേറെ വേറെയാണെന്നുള്ളത് ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് സത്യം പറഞ്ഞ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ ആളതെടുത്തു, മിക്കീനെ എനിക്കും തന്നു. ആൾക്ക് എന്ത് കിട്ടി കഴിഞ്ഞാലും ഒരു ഇതൊന്നല്ല എല്ലാ സാധനങ്ങളും എനിക്ക് തരും കേട്ടോ. അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ആൾ തരാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവൾക്കുള്ള സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ കിലോയിൽ മെയിനായിട്ടുള്ളത്. മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളതും ചേച്ചിയും അപ്പച്ചനും അമ്മമ്മയും അങ്ങനെ എല്ലാവരും വാങ്ങിച്ചുള്ള സാധനങ്ങളൊന്നും ഞാൻ അന്നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നേരം അവൾ പഠിക്കാനോ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം പിന്നെ അതൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അതും എല്ലാം കെട്ടിപ്പറക്കി എടുത്തു. ബാക്കിയത്തെ അവൾക്കുള്ള ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് എല്ലാവരും കൊടുത്തപോലെ. അപ്പോൾ ഇവൾക്ക് പെൺകുട്ടിയാണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. അത് തന്നെയാണ് പാവ അങ്ങനത്തെയൊക്കെയാണ്. കാറൊക്കെ വെച്ച് കളിക്കില്ല എന്നല്ല, കളിക്കും, എന്നാലും ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കൊടുത്തു. പിന്നെ ആൺപിള്ളേർ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കാറും ജീപ്പൊക്കെയാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ ഇവൾക്കുള്ള സാധനം കൊണ്ടു. പക്ഷെ അത് ഓപ്പൺ അവൾ ചെയ്തു. കരികുരു സാധനങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അത് ഓപ്പൺ ചെയ്ത് തരാം എന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം അതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അത് അവൾ അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് എനിക്ക് തന്നിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി പൊട്ടിച്ച് ഉള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു.